never stop, he's a dashing hero. Emphasize that the photo giving in, he's a college hero. Come on, give him a big hooray. Never stop, he's a dashing hero. Emphasize that the photo giving in, he's a college hero. Come on, give him a big hooray. നല്ലതാണെങ്കിൽ ജനങ്ങളോട് പറയൂ, അല്ലെങ്കിൽ എന്നോട് പറയൂ. ഇത് വളരെ പഴയ കോൺസെപ്റ്റ്. ഇതിന്റെ ഓണർ ആരാ? ഞാനാണ് സാറേ. താൻ ഓൾഡ് ആണല്ലോ. സാറേ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയൂ. ഇവിടെ എന്തൊക്കെ ഐറ്റംസാ ഉള്ളത്? അവിടെ ബോർഡ് ഉണ്ട് സാർ, ഇവിടെ മെനു ഉണ്ട്, സാറിന് എവിടെ വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം. ആഹാ, അവിടെ ഇവിടെ എവിടെ? റൈമിംഗ് തന്നെ ഒരു പഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഈ പഞ്ചൊന്നും പോലീസിന്റെ അടുത്ത് കണ്ട ഒക്കെ എടുത്ത് ലോക്കപ്പിലിടും. തന്റെ അടുത്ത് 2000 രൂപയുടെ നോട്ടുണ്ടോ? ഉണ്ട് സാറേ. ഒരു മിനിറ്റ് സാർ. ഇതാ സാറേ. നോക്കടാ. സാർ, കാണാൻ ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് പോലെയുണ്ട്. സാറേ ഇതൊക്കെ ഒറിജിനൽ നോട്ടുകളാ സാർ. ഇത് കള്ളനോട്ട് തന്നെ. പേപ്പറിന് കട്ടി കുറവാണ്, ചക്രം പാതിയേ ഉള്ളൂ, ഗാന്ധിജിയുടെ സ്മൈലിംഗ് ചെറുതാണ്. ഏയ്, കണ്ണാടി പോലും കറക്റ്റ് അല്ല. ഇത് കള്ളനോട്ടാണെന്ന് കൺഫേം ആണ്. സാറേ ഇത് ഒറിജിനൽ നോട്ടാ സാർ. ഇവൻ സംസാരിക്കുന്നത് കാണുമ്പോ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടിന്റെ നേതാവിനെ പോലെയുണ്ട് സാർ. സാറേ ഇത് കസ്റ്റമർ തന്ന നോട്ടാ സാർ. എന്റെ മേലെ ഒരു തെറ്റുമില്ല, എന്നോട് ക്ഷമിക്കണേ സാർ. ആര് തന്നു എന്നുള്ളത് ഇവിടെ മുഖ്യമല്ല, ആരുടെ കയ്യിലാണുള്ളത് അവനെ പിടിച്ചാണ് അകത്തിടുക. സാർ, ഇവന്റെ ആക്ടിംഗ് കാണുമ്പോ ഇവിടുത്തെ ബിരിയാണിയിൽ സംശയം തോന്നുന്നുണ്ട് സാർ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതും കറക്റ്റ് ആണല്ലോ. ഇപ്പോ പല ഹോട്ടലിലും കോഴിക്കോ ആടിനൊക്കെ പകരമായിട്ട് കാക്കയും നായയൊക്കെ കറി വെക്കുന്നുണ്ടെന്നാണ് പബ്ലിക് ടോക്ക്. സാർ എന്റെ ബിരിയാണിക്ക് ഹൈദരാബാദ് നല്ല പേരാ സാർ. വേണമെങ്കിൽ സാമ്പിൾ കൊണ്ടുവരാൻ പറയാം, നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ സാർ. ടേസ്റ്റ് നോക്കിയിട്ടല്ല, ലാബിലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്. സാർ പറയൂ സാർ. 2 ചിക്കൻ ബിരിയാണി പാർസൽ ചെയ്യേ. ആൺകോഴിയാണോ പെൺകോഴിയാണോ സാർ? രണ്ടും എടുത്തോളൂ. ഈ ഹോട്ടലിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം പാർസൽ ചെയ്തേ, വിത്ത് ബ്രെയിൻ ഫ്രൈ. സാർ, ബ്രെയിൻ ഫ്രൈ ഒഴിച്ച് ഞങ്ങളുടെ കടയിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ എപ്പോ തന്നെ കൊണ്ടുവരാം സാർ. അതെന്താ? സാർ, ഞങ്ങളുടെ ഓണറിന് ബ്രെയിൻ ഒട്ടുമില്ല, അതുകൊണ്ട് ആ ഡിഷ് ഞങ്ങളുടെ ഹോട്ടലിൽ വെക്കാറില്ല സാർ. നീ ആള് കൊള്ളാലോ, പെട്ടെന്ന് തന്നെ ഓണർ ആവും. താങ്ക് യു സാർ. അത് മിനിമം 2 കാരിയറെങ്കിലും ഉണ്ടാവണം. ഒന്ന് വേഗം. സാറേ വേഗം വാങ്ങിച്ചോളൂ സാർ. ഇതാ സാറേ. ലാബ് റിപ്പോർട്ട് വന്നതിന് ശേഷം അറിയാം ഇനി താൻ ഹോട്ടലിലാണോ ജയിലിലാണോ എന്ന്. ഇനി 2000 രൂപയുടെ നോട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കണം, കേട്ടല്ലോ. താങ്ക് യു സാർ, താങ്ക് യു. സാറേ ഫുഡ് ടേസ്റ്റ് നന്നായിരുന്നു. ഇന്നാ പൈസ. സാറേ ഇത് കള്ളനോട്ടാ, ഇത് പോവില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സാറേ ഒറിജിനൽ 2000 രൂപയുടെ നോട്ടില് ഗാന്ധിജിയുടെ കണ്ണാടി നേരെ ഉണ്ടാകും, ഡ്യൂപ്ലിക്കേറ്റ് നോട്ടില് അത് ചാഞ്ഞിട്ടുണ്ടാവും. ഇത് കള്ളനോട്ടാ. എന്നാരാ പറഞ്ഞത്? ഇപ്പോഴാണ് ഒരു പോലീസ് ഓഫീസർ വന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന കള്ളനോട്ടെല്ലാം കൊണ്ടുപോയി. എന്നെ രക്ഷിച്ച ദൈവം അദ്ദേഹം. അയാള് ദൈവമൊന്നുമല്ല, കള്ളനായിരിക്കും. നിങ്ങൾ എന്ത് വെച്ചാ ഇങ്ങനെ പറയുന്നത്? ഞാൻ ബാങ്ക് മാനേജറാണോ? 500 രൂപ നോട്ടില് 200 രൂപ നോട്ടില് 100 രൂപ നോട്ടില് കണ്ണാടി നേരെ ആയിരിക്കും, പക്ഷേ 2000 രൂപ നോട്ടിൽ കണ്ണാടി ചരിഞ്ഞിരിക്കും. എല്ലാം പോയി, 2 കാരിയർ പോയി, 2000 രൂപ നോട്ടും പോയി. അയ്യോ, വണ്ടി ഓഫ് ആവാൻ പോവാൻ തോന്നുന്നു. പെട്രോൾ ഉണ്ടോന്ന് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മുംബൈയിൽ നല്ല ജോലി വിട്ടേച്ച് ഈ നാട്ടിൽ വന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്ര ആളെയാ പറ്റിക്കുക സാർ? നമുക്ക് എപ്പോഴാ ജോലി കിട്ടുക? നമ്മൾ വന്ന ജോലി തീർന്നാൽ നമ്മൾ നോക്കുന്ന ജോലി നമുക്ക് കിട്ടും. എപ്പോഴും ഇതല്ലേ പറയാ. ഇന്ന് നിന്റെ വിശപ്പ് മാറ്റാനായിട്ട് നമുക്കൊരു ബലിയാടിനെ കെട്ടിയിട്ടുണ്ട്. വാ. നീ 1 മാസമായിട്ട് ഡെയിലി റോസാപ്പൂവും പിടിച്ചോണ്ട് അവളെ നോക്കി വെള്ളം ഇറക്കൊണ്ടിരിക്കുന്നു. നിന്റെ ഈ സൈറ്റ് അടിക്ക് ഒരു എൻ കാർഡ് കൊടുത്തോണ്ട് ഈ പൂ അവിടെ കൊടുത്തിട്ട് ഐ ലവ് യു എന്ന് പറ. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആരാ സാർ? ഞാൻ ആരാണെങ്കിൽ നിനക്കെന്താ? നീ പോയി ഐ ലവ് യു പറ, ഞാൻ നോക്കിക്കോളാന്നേ. സത്യമാണ് സാർ. ചെല്ല്. ഐ ലവ് യു. ഐ ലവ് യു നീ ടു. ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. നീ എപ്പോഴാ പറയാന്ന് കാത്തിരിക്കായിരുന്നു. നിന്നെ എത്ര ഇഷ്ടമാണെന്ന് അറിയൂ സാർ. വർക്കൗട്ടായി സാർ. എന്തിനാ സാർ അടിച്ച? എന്റെ കൺമുന്നിൽ വെച്ചൊരു പെണ്ണെ കരയിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ പെണ്ണുങ്ങളെ നിൽക്കാൻ അനുവദിക്കില്ലേ? എന്നെ അടിക്കാൻ നിങ്ങൾ ആരാ സാർ? മുംബൈ പോലീസ്. മുംബൈ പോലീസാ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസല്ലേ വരണ്ടേ? നിങ്ങൾ എന്തിനാ വേറെ സ്റ്റേറ്റ് വിട്ട് വരുന്നേ? നിനക്ക് ലോജിക്ക് വേണോ പെണ്ണ് വേണോ? എനിക്ക് പെണ്ണു. എത്ര ഉണ്ട് കയ്യില്? 1000. എടുക്ക്. ഏതെങ്കിലും ഒരു പാർക്കിൽ പോയിട്ട് ഐസ്ക്രീമോ കടലയോ വാങ്ങിച്ചോണ്ട് ഒരേ ബെഞ്ചിൽ ഇരുന്നോണ്ട് സമാധാനമായിട്ട് കഴിക്കാം. 200 രൂപ നിങ്ങൾ തന്നെ വെച്ചാളും, ഞങ്ങൾ നടന്നു നോക്കിയാൽ. വെരി ഗുഡ്. ലവ് ഈസ് ബ്ലൈൻഡിംഗ് എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടോളൂ. നിങ്ങൾ എവിടെ ഉണ്ടോന്ന് എനിക്ക് എങ്ങനെ അറിയും സാർ? 24/7 ഇതേ ബസ് സ്റ്റാൻഡിൽ തന്നെ കാണും. കാശ് തന്നാൽ എന്ത് ജോലിയും ചെയ്യും. നിന്റെ കല്യാണം വരെ നടത്തി തരും. എല്ലായിടത്തും ഇതുപോലുള്ള ആളുകളുണ്ട്.